പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഹനുമാൻ ലങ്കയിലെത്തിയിരിക്കുന്നു. ലങ്കാദേവി ഹനുമാനെ തടുത്തു. ലങ്കാദേവിക്ക് കനത്ത ഒരു പ്രഹരം നൽകി. ഹനുമാന്റെ ശക്തി ബോധ്യപ്പെട്ടതോടുകൂടി ലങ്കാദേവിക്ക് ശാപമോക്ഷവും ലഭിക്കുന്നു. ഹനുമാൻ ലങ്കയിലെ കാഴ്ചകളെ കാണുകയാണ്. അതിമനോഹരമായ സ്വർണം കൊണ്ടു പണിത ലങ്ക. ആ ലങ്കയുടെ സൗന്ദര്യത്തെ ഹനുമാനെ വല്ലാതെ ആകർഷിക്കുന്നു. പക്ഷേ സ്വർണമയ്യായി തീർന്ന ലങ്ക സമൂലം നശിപ്പിച്ചു കളയുന്നുണ്ട് ശ്രീരാമൻ. സമ്പത്ത് എത്രയുണ്ടായിട്ട് എന്ത് കാര്യം? ധർമ്മബോധമില്ലാത്തവൻ രാജ്യം ഭരിച്ചാൽ അത് ആ രാജ്യത്തിന് തന്നെ അപകടമായി തീരും. വലിയൊരു സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാവണന് വൈശ്രവണനെ തോൽപ്പിച്ചോടിപ്പിച്ച് കുബേരന്റെ സാക്ഷാൽ ലങ്ക കിട്ടിയിട്ടുണ്ട്. ആ ലങ്ക അതിമനോഹരമാണ്, സമ്പൽ സമൃദ്ധമാണ്. പക്ഷേ അവിടെ ഭരിക്കുന്ന രാജാവിൻ്റെ ദൗർബല്യം, സുന്ദരികളായ സ്ത്രീകളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്താൽ നാട്ടിലെവിടെയും ചുറ്റിത്തിരിഞ്ഞ് രാജാക്കന്മാരെ ആക്രമിച്ച് അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോകുന്ന ആ സ്വാർത്ഥതയും ദുരാഗ്രഹവും. സീതാദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് തൻ്റെ പെങ്ങളായ ശൂർപ്പണഖയിൽ നിന്നും കേട്ടറിഞ്ഞ് സീതയെ സ്വന്തമാക്കുവാൻ വേണ്ടി മാരീചന്റെ സഹായത്തോടുകൂടി സീതയെ അപഹരിച്ചവൻ രാവണൻ. ഇതെല്ലാം ഹനുമാന്റെ മനസ്സിലൂടെ ഇങ്ങനെ കയറിയിറങ്ങി പോവുകയാണ്. ഹനുമാൻ വളരെ ചെറിയ വാനരനായി തീർന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി. രാത്രിയാണ്. ഓരോ സ്ഥലത്തും വീക്ഷിക്കാൻ തുടങ്ങി. അതീവ സുന്ദരികളായ സ്ത്രീകൾ കിടക്കുന്നത് കാണുന്നുണ്ട്. പലർക്കും വസ്ത്രങ്ങളില്ല. ഹനുമാന് സ്വയം തോന്നുന്നുണ്ട്, ഞാൻ എന്തൊരു പണിയാണ് ചെയ്യുന്നത്? ഇങ്ങനെ രാത്രിയിൽ സ്ത്രീകൾ കിടന്നുറങ്ങുന്ന അവിടെ ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കുവാൻ പാടുണ്ടോ? അപ്പൊ തന്നെ ഹനുമാന്റെ മനസ്സ് പറയുകയാണ്, ഞാൻ ഒളിഞ്ഞു നോക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിനു വേണ്ടിയല്ല, മറിച്ച് രാമന്റെ ഭാര്യയെ കണ്ടെത്തണം. അതിനിപ്പോ സ്ത്രീകളുടെ കൂട്ടത്തിൽ നോക്കിയാലല്ലേ സ്ത്രീയെ കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കലും സീത ഇങ്ങനെ കിടക്കില്ല. ഈ കൂട്ടത്തിൽ ആരും സീതയല്ല എന്ന് ഹനുമാൻ തീർച്ചപ്പെടുത്തുന്നു. പിന്നീടാണ് രാവണന്റെ പത്നിയായ മണ്ഡോദരിയെ കാണുന്നത്. അതീവ കുലീനയായ, അതീവ സുന്ദരിയായ സ്ത്രീയായിരുന്നു മണ്ഡോദരി. മണ്ഡോദരിയെ കണ്ട മാത്രയിൽ ആ രാജകീയമായ പ്രൗഢിയിൽ ശയിക്കുന്ന മണ്ഡോദരി തന്നെയാണ് സീത എന്നൊരു നിമിഷം തോന്നിപ്പോകുന്നുണ്ട് ഹനുമാൻ. പക്ഷേ ആ മാത്രയിൽ ഹനുമാന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വരികയാണ്. ഒരിക്കലും സീതാദേവി ഈ സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങുവാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇങ്ങനെ ശാന്തമായി ഉറങ്ങുവാനും സീതയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇത് മറ്റേതോ സ്ത്രീയാണ്. കൊട്ടാരത്തിന്റെ അന്തപുരങ്ങളിൽ മുഴുവൻ കയറിയിറങ്ങിയിട്ടും സീതാദേവിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഹനുമാന്. അങ്ങനെയാണ് മരങ്ങളിൽ നിന്നും ചാടിച്ചാടി അവസാനം അശോകവൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് സീതയെന്ന് തോന്നിപ്പിക്കുന്ന ആ സ്ത്രീയെ കാണുന്നത്. അതീവ സുന്ദരിയാണെങ്കിലും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഏറെക്കുറെ ഹനുമാന് മനസ്സിലായി, ഇത് തന്നെയാകും സീതാദേവി. ഈ സമയത്താണ് രാവണന്റെ വരവ്. ഹനുമാൻ മരത്തിന് മുകളിൽ പതുങ്ങിയിരിക്കുകയാണ്. രാവണൻ സീതക്കരികിലേക്ക് വരുന്നു. രാവണന്റെ കയ്യിൽ പാതി കുടിച്ചു തീർത്തൊരു മദ്യത്തിന്റെ ഒരു പളുങ്ക് ഗ്ലാസും ഉണ്ട്. സീതക്കരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, നീ എന്നെ വിവാഹം കഴിക്കണം. പ്രലോഭനങ്ങളും ഭീഷണികളും എല്ലാം തുടരുകയാണ്. സാധാരണഗതിയിൽ സീത മറുപടി പറയാറില്ല. എന്നാൽ അത്യുജ്വലമായി സംസാരിക്കുകയാണ് ആ സന്ദർഭത്തിൽ സീത. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെക്കുറിച്ച് നിനക്കറിയില്ല രാവണ. അവിടെ രാവണന്റെ ഹൃദയത്തെ പിളർക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് സീതാദേവി. നിന്റെ ഭാര്യയെ മറ്റൊരുവൻ തട്ടിക്കൊണ്ടുപോയാൽ അവൻ എടുത്തോട്ടെ എന്ന് കരുതി നീ ഇവിടെ സ്വൈരമായിട്ട് ഉറങ്ങുമോ? ചിലപ്പോൾ നീ അത് ചെയ്താലും രാമൻ അത് ചെയ്യില്ല. എൻ്റെ രാമൻ, എൻ്റെ ഭർത്താവ് എന്നെ തേടി നടക്കുന്നുണ്ട്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വരും. നിന്നെ നിഗ്രഹിച്ച് നിന്റെ കുലത്തെ മുടിച്ചുകൊണ്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഇതാണ് ആത്മവിശ്വാസം. പ്രതിസന്ധിയുടെ ചുഴിയിലാണ് സീതാദേവി ഇരിക്കുന്നത്.
പ്രതീക്ഷയുടെ ഒരു കിരണം പോലുമില്ല. കാരണം മാസങ്ങൾ 12 മാസം കഴിയാറായി, അതിനടുത്തെത്തി കഴിയും. എന്നിട്ടും രാമൻ വന്നിട്ടില്ല. ഈ രാക്ഷസിമാർക്കിടയിലാണ് അവളുടെ താമസം. എപ്പോഴും ദുഷ്ടനായ രാവണൻ വന്നിട്ട് പ്രകോപനങ്ങളും വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഭവതിയുടെ ഒരു വാക്കിനു വേണ്ടി ലങ്ക കാത്തിരിക്കുകയാണ്. മണ്ഡോദരിയും ഭവതിയുടെ താഴെയായിരിക്കും. ഭവതിയെപ്പോലെയുള്ള സുന്ദരിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ സകല വീക്ക്നെസ്സുകളിലും പിടിച്ചിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സീതയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് രാവണനെ കുറിച്ചുള്ള മതിപ്പുണ്ടാക്കിയെടുക്കുവാൻ പോകുന്നതായിരുന്നില്ല. രാവണനെ അറപ്പോടുകൂടി തന്നെയാണ് സീത സമീപിക്കുന്നത്. തൻ്റെ ഭർത്താവിനെയും അനുജനെയും തൻ്റെ നൈമിഷികമായ ഒരു ചാബല്യത്തിൻ്റെ പേരിൽ തൻ്റെ ഭർത്താവ് മാനിൻ്റെ പിന്നാലെ ഞാൻ ഓടിച്ചപ്പോൾ അവിടെ തൻ്റെ അനുജനെ ലക്ഷ്മണനെ അവഹേളിച്ച് അപമാനിച്ച് പറഞ്ഞയച്ചപ്പോൾ തൻ്റെതായ കുറ്റത്തിനാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. പലപ്പോഴും സീത ഓർമ്മിക്കുന്നതാണത്. പലപ്പോഴും സീതയെ കരയിപ്പിക്കുന്നതാണ് ലക്ഷ്മണനോട് പറഞ്ഞു പോയ ആ വാക്കുകൾ. ദുഷ്ട, എന്നെ കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളുടെ കൂടെ കൂടിയത് എന്ന ആ ചോദ്യം രാമന്റെ ശബ്ദത്തിൽ മാരീചൻ കരഞ്ഞപ്പോൾ, അത് രാമനാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ, ലക്ഷ്മണനോട് ഓടിച്ചെല്ലാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചെല്ലാതിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ എപ്പോഴും സീതയെ മതിച്ചുകൊണ്ടിരുന്നു. ഇത് വലിയൊരു തത്വമാണ്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. അതുണ്ടാക്കുന്ന മുറിപ്പാടുകൾ വളരെ വലുതായിരിക്കും. അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. നമ്മൾ പറയാറുണ്ട്, ഞാണിൽ നിന്നും പുറപ്പെട്ടു പോയ അമ്പും തോക്കിൽ നിന്നും പുറപ്പെട്ടു പോയ ഉണ്ടയും വായിൽ നിന്ന് വീണുപോയ വാക്കും പറഞ്ഞാൽ തിരിച്ചെടുക്കുവാൻ കഴിയില്ല. അതിഗുരുതരമായിരിക്കും വാക്കുകൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന തിരിച്ച് ഇങ്ങോട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകളെ ഭാരതം വിളിച്ചത് വാണി എന്നാണ്. ലക്ഷ്മണനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളെ പറഞ്ഞു പോയവളാണ് സീത. അത് സീതയെ വല്ലാതെ മതിച്ചിരുന്നു. എങ്കിലും പ്രതീക്ഷയുണ്ട് സീതയുടെ മനസ്സിൽ. എന്തായാലും എൻ്റെ ഭർത്താവ് വരും. ഭർത്താവ് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നല്ല പറഞ്ഞത്, എന്നെ തട്ടിക്കൊണ്ടു വന്നവനെയും അവന്റെ കുലത്തെയും നശിപ്പിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഇതാണ് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയും ഭാരത സ്ത്രീയുടെ തൻ്റെ ഇടവും. അതുകൊണ്ടാണ് സീത പഞ്ചമാതാക്കളിൽ വളരെ ശ്രേഷ്ഠമായി തീർന്നത്. സീതയുടെ ജീവിതം 10,000-കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മഹതിയാണവൾ. ആ സീതയുടെ ഉറച്ച തീരുമാനങ്ങളും ആത്മവിശ്വാസവും എല്ലാ ഭാരത സ്ത്രീകൾക്കും എന്നും എക്കാലവും വഴികാട്ടിയാണ്. രാമായണത്തിലെ മറ്റൊരു തത്വവുമായിട്ട് നമുക്ക് നാളെ ചിന്തിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.